ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. 2025 ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട തമിഴ്നാട്ടിലെ കോട്ട ഏതാണ്? ജിഞ്ചി കോട്ടയാണ്. അപ്പോൾ 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചി കോട്ട. 2026 ജനുവരിയിൽ നടക്കുന്ന 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. 2026 ജനുവരിയിൽ നടക്കുന്ന 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിൻ്റെ കാപ്പി ഇനം ഏതാണ്? റോബസ്റ്റ കാപ്പിയാണ്. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡ്രാമാണ്, മേഘാലയ. അപ്പോൾ ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡ്രാമാണ്, മേഘാലയ. ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? മോസമാണ്. അപ്പം ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ അറിയുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് മൗസം. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഭൂട്ടാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഏതാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ ആണ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഓക്കെ, താങ്ക് യു ഓൾ.